പേര് സാന്ദ്ര. ഞാൻ തോപ്പുംപടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ യേശുവോടും മാതാവിനോടും കോടാനുകോടി നന്ദി ആദ്യം സമർപ്പിക്കുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നോന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്നുള്ളത്. അപ്പം ഇവിടെ വെച്ച് തന്നെ എനിക്കത് സാധിച്ചതിന് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഞാൻ കൃപാസനം എന്നൊരു സംഭവം, ഞാനൊരു ഹിന്ദുവാണ്. കൃപാസനം എന്ന സംഭവം എനിക്കറിയത്തേ ഇല്ല. ഞാൻ ഒന്നാമത് തോപ്പുംപടി എറണാകുളം ഭാഗത്തുള്ളതാണ്. അപ്പം ഇനി ഈ ആലപ്പുഴയിലെ ഭാഗത്തുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ ഒരു റിസപ്ഷന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വന്ന വഴിക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഈ കൃപാസനത്തിനെ പറ്റി. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തിന് അകത്തേക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ കൂടുതലും ഹിന്ദുവിലും ക്രിസ്ത്യൻസിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരവും അതിനെപ്പറ്റിയൊന്നൊരു അന്വേഷിക്കലും ഒന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ആ ഫ്രണ്ട്സ് പറയുന്നൊരു രീതി മാത്രമേ എനിക്ക് അറിയത്തുണ്ടായുള്ളൂ. അങ്ങനെ ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അതായത് ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താണ് ഇതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, അങ്ങനെ ഒരു സംഭവമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അമ്മ ഇങ്ങനെ എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഞാനിങ്ങനെ വരാനും അപ്പോഴാണ് ഞാനിങ്ങനെ അമ്മേനോട് പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ മാത്രമേ ഉടമ്പടി എടുക്കുകയുള്ളായിരുന്നു. അപ്പം അമ്മ എന്നും രാവിലെ 5:30-ക്കും 7 മണിക്കത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ചൊല്ലാനും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് എൻ്റെ അമ്മയുടെയും അമ്മ പ്രാർത്ഥിക്കാൻ എണീക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2022 എനിക്ക് വിവാഹം സെറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ 5 ദിവസം മുമ്പായിരുന്നു എൻ്റെ വിവാഹം മുടങ്ങിയത്. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ 5 ദിവസം കറക്റ്റ് 5 ദിവസത്തിന് മുമ്പായിരുന്നു ആ വിവാഹം മുടങ്ങി. അങ്ങനെ കുറേ നാൾക്ക് ഒരു 2 വർഷത്തോളം എൻ്റെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ കൂടെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ കുറേ എൻ്റെ കാര്യങ്ങളും ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറയുമെങ്കിലും എനിക്കങ്ങനെ സാധിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്താലോ. കാരണം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ചിലപ്പം അത് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉടമ്പടി എടുത്താൽ കൊള്ളാമായിരിക്കും എന്നോർത്ത് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ 2ാമത് പറഞ്ഞു വിട്ട്. അപ്പം ഞാനോർത്ത് എന്നാൽ സാരില്ല ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വേറൊരു കുടുംബത്തിലെത്തുമ്പോൾ അവിടെ എനിക്ക് ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് സാറില്ല എനിക്ക് ഉടമ്പടി ഞാനിനി വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരുന്നു വെച്ചത്. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വീണ്ടും ഞാൻ വന്നു. അങ്ങനെ വീണ്ടും 11/1/2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അന്ന് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വീട്ടിൽ കല്യാണാലോചന സെറ്റായി, പെണ്ണുകളൊക്കെ സെറ്റായി. അത് കറക്റ്റ് 11/1/2023 ഞാൻ ഉടമ്പടി എടുത്തതും കറക്റ്റ് ഒരാഴ്ച 22/1/2023 എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റായി. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജാനുവരി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജാനുവരി ഈ ഇടക്കാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. എൻ്റെ മാതാവിനോട് യേശുവിനോട് ഒത്തിരി നന്ദി സമർപ്പിക്കുകയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരാളിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. 2 ഫാമിലിയും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സപ്പോർട്ടോടും ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഭയങ്കരമായിട്ട് ഭയങ്കര ഭംഗിക്കാണ് കല്യാണം നടത്തിയത്. എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെയായിരുന്നു. ഇവിടെ ഇത്രയും ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നുള്ള രീതിയിൽ എൻ്റെ മാതാവും യേശുവൊക്കെ എൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വിവാഹത്തിന് അന്ന്. പിന്നെ അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് എൻ്റെ ജോലി ഞാൻ പോയിക്കൊണ്ടിരുന്ന ജോലി ഒരു കോർപ്പറേറ്റ് ബാങ്കിലായിരുന്നു. അതൊരു
ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് സാലറി ഭയങ്കര കുറവായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ സാലറി കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം അമ്മയും അച്ഛനും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ചിലവൊക്കെ വന്നപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ നിർത്താണ്ട് തന്നെ അന്ന് തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ജോബ്, എനിക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വരെ എനിക്ക് 6 മാസത്തേക്ക് ഒരു ജോലി കിട്ടി. ഒരു ദിവസം പോലും എന്നെ വീട്ടിൽ നിർത്താണ്ട് എന്നെ കഷ്ടപ്പെടുത്താണ്ട് തന്നെ എനിക്കൊരു അടുത്ത ജോലി, അതിനും സാലറി കൂടിയിട്ടുള്ളൊരു ജോലി എനിക്ക് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയും കുറച്ചും കൂടി പ്രൊമോഷൻ, നല്ലൊരു ജോലിയും കൂടി മാതാവ് ഒരുക്കി കൊടുത്ത് എല്ലാം ഇങ്ങനെ ഉടമ്പടി എടുത്തതും അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് മാതാവ് ഇങ്ങനെ എനിക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും അതിൻ്റേതായ സമയത്താണ് എന്നെ ഭയങ്കരമായിട്ടും ഉയർത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് കുത്തിയോടാണ്. അവിടെ നിന്ന് അരൂർ വരെ റോഡ് ഭയങ്കര മോശമാണ്. അവിടെ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഏത് നേരം സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വണ്ടി ഓടിക്കാറുള്ളത്. എപ്പോഴും ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വായിൽ വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. കാരണം എനിക്ക് വിശ്വാസമുണ്ട് അതൊരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പോൾ ഞാൻ എന്നും രാവിലെ ഉപ്പ് വായിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും 2-3 ദിവസം വണ്ടി ഭയങ്കര സ്പീഡായിട്ട് പോയിട്ട് ആ ഭാഗത്ത് ഫുൾ വലിയ വണ്ടികളൊക്കെയാണ് എപ്പോഴും പോണത്. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിച്ചിട്ട് 2-3 പ്രാവശ്യം ഭയങ്കരമായിട്ട് പാളിപ്പോയി വണ്ടി. അത്ര എന്തോ പറയുക, ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന പോലെയായിരുന്നു. അത്ര സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഇപ്പം ഞാൻ വീഴും എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയെന്നും പറഞ്ഞ ഒരൊറ്റ വിളിച്ചതും എൻ്റെ വണ്ടി എങ്ങനെയൊക്കെയോ ഭയങ്കര നോർമലായിട്ട് സ്ട്രെയിറ്റായിട്ട് എന്നെ പിടിച്ചിരുത്തിയിട്ട് പോണം. ഞാനപ്പുറത്ത് ഇതാരാണ് എന്നെ വന്ന് പിടിച്ചിരുത്തണ പോലെ എനിക്ക് ഫീൽ. ശരിക്കും എന്നെ ഭയങ്കരമായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. 2-3 പ്രാവശ്യം എന്നിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടും ഇതായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടി പാടിയിട്ട് എൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര വലിയ ലോറികളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും എന്നെ പിടിച്ചിരുത്തിയ പോലെ പതുക്കെ പോകുന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിക്കുക. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീരേണ്ട രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു എക്സാം എഴുതാൻ പോയാൽ പോലും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോയാൽ പോലും എല്ലാം ഭംഗിയായിട്ടാണ് നടക്കാറുള്ളത്. ഇപ്പം ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കാൻ കുറച്ച് വൈകിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടായിരുന്നു കുറേ ഡിലേ വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇളയ പുത്രനായിരുന്നു. അതായത് 3 മക്കളായിരുന്നു അവർ. അതിൽ ഏറ്റവും മൂത്താളുടെ വിവാഹം നടക്കാഞ്ഞത്. എന്നിട്ടും അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു മൂത്താളുടെ നടക്കാത്തതുകൊണ്ട്. 2 പേരുടെയും കല്യാണം നടത്തി. അവസാനം വീട്ടിലെ പ്രഷർ കൊണ്ടാണ് താഴെ 2 ആൺപിള്ളേരുടെ വിവാഹം നടന്ന് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് മൂത്താളുടെ 35-36 വയസ്സൊക്കെ ഉണ്ടെങ്കിലും അത്രയും ടൈം എടുത്ത് വിവാഹം നടക്കണം. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ ആർക്കും ഒരു വിഷമമൊന്നും തോന്നരുത്, അതിനു മുമ്പ് തന്നെ ചേട്ടൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി തന്നെ മാതാവ്. കാരണം പുള്ളീനെ വിഷമിപ്പിക്കരുത്. പുള്ളിയുടെ അച്ഛൻ, അവരുടെ കുടുംബത്തിൽ അമ്മയില്ല. അവർ കുഞ്ഞിലായപ്പോഴേക്കും അമ്മ മരിച്ചു പോയതാണ് ക്യാൻസറായിട്ട്. അപ്പോൾ കുഞ്ഞിലെ ഇവർ 4 പേരും കൂടിയായിരുന്നു, അച്ഛനും 3 മക്കളും കൂടിയായിരുന്നു. ഭയങ്കര സ്നേഹമാണ് അവർ. ചേട്ടൻ്റെ വിവാഹം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഈ കഴിഞ്ഞിടക്ക് മെയിലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എല്ലാവരും. ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ് വിവാഹം. എല്ലാം ഭംഗിയായിട്ട് നടക്കണേന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മാതാവിനോട്. ഒരു ദിവസം ഞാൻ പത്രം ലാസ്റ്റത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ഡിലേ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അപ്പൂപ്പനും ഭയങ്കരമായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതായത് അവരുടെ കുടുംബത്തിന് വേറെ ആരുമില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എപ്പോഴും രാവിലെ ഫുഡ് കൊടുക്കാനും വൈകുന്നേരം ഫുഡ് കാണാൻ പോകാനൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. ആ സമയത്ത് ഒരു കിറ്റ് പത്രം എനിക്ക്
കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, ആരും വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധാ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളി വന്നിട്ട് എന്നോട് പറയാം, എന്താണ് ഞാനിങ്ങനെ ഓഫനേഴ്സിലൊക്കെ പത്രം കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ബന്ധുവില്ലാത്ത ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ എൻ്റെ പത്രം ഇങ്ങനെ ഡിലേ ആയിട്ടിരിക്കണല്ലോ, ആരോ വന്ന് എൻ്റെ അടുത്ത് ആ പത്രം എന്താണ് തന്നോ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ ആ പത്രം ആ ചേട്ടൻ്റെ കൊടുത്ത് അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ് പേടിക്കേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം, നീ വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ഒരാളായിരുന്നു. ഭയങ്കര ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങൾ, എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. കുറേ നാളായി ഞാൻ വന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഭയങ്കര സന്തോഷമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് തൻ്റെ വിവാഹം എന്ന ഒരു കൂദാശ ലഭിച്ച വിവാഹം നടന്നു വന്നതിനെക്കുറിച്ചാണ്. അതിന് വ്യക്തമായിട്ടൊരു ദൈവിക ഇടപെടലുണ്ട് എന്ന് സാക്ഷ്യത്തിലൂടെ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു കൂദാശയിലേക്കുള്ള പോക്കിൽ അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ദിവസങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പെട്ടെന്ന് വേഗതയിൽ തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഒരു സംരക്ഷണത്തിനെ കുറിച്ച് ഈ ഒരു സാക്ഷ്യം ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിറങ്ങുമ്പോൾ ഉടമ്പടിയിൽ ഒരു സംരക്ഷണം ലഭിച്ചതായിട്ട് ഈ സാക്ഷ്യത്തിലുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ നൽകപ്പെടുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന് നൽകപ്പെടുന്ന പത്രമാണെങ്കിലും നമ്മൾ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും കൊണ്ടുകൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. അപ്പം അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഉടമ്പടി എടുത്ത വ്യക്തി കൂടുതൽ ആസ്തിയുള്ളതാവുന്നതും ഉടമ്പടി സ്വീകാര്യമായിട്ടുള്ളതായി തീരുന്നതും ഉടമ്പടി ശക്തമാകുന്നതും ഉടമ്പടി എടുത്ത വ്യക്തികൾ തന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിലൊരു തിരുത്തൽ ഈ ഒരു സാക്ഷ്യത്തിലും ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.